ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലി തിരക്കുകളും പിന്നെ നല്ലൊരു റെസിപ്പി വീഡിയോയും കൂടി അതിൻ്റെ അടുത്ത് പെടുത്തിയിട്ടുണ്ട് ഞാൻ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുളക് പറിക്കാൻ പോയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ വെളുപ്പിന് പോകാനായിട്ട് എണിച്ചപ്പോൾ തന്നെ അരി അരച്ചങ്ങാണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മളിപ്പോൾ അപ്പമൊക്കെ പുളിച്ച് വരുമോ എല്ലാവർക്കും സംശയമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ അരി അരച്ച് വെച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ മക്കളൊക്കെ എണിക്കുന്നതിൻ്റെ മുമ്പ് എണിച്ച് അപ്പം ഉണ്ടാക്കി. പിന്നെ അതേപോലെ തന്നെ മുട്ട റോസ്റ്റും ചെയ്തു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് രാവിലെ പോകുമ്പോൾ കൊടുത്തു വിടാനായിട്ടാണ് നേരത്തെ ഉണ്ടാക്കിയത്. അങ്ങനെ ഇക്കാക്കുള്ളതൊക്കെ ഉണ്ടാക്കി രാവിലെ ഞാൻ കൊടുത്തു വിട്ടതിന് ശേഷം എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ. മക്കൾ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് ചായയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം ഉണ്ടാക്കണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പത്തിന് കറിയായിട്ട് മുട്ട റോസ്റ്റാണ് കേട്ടോ ഇന്ന്. പിന്നെ തലേ ദിവസം മുളക് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെതിക്കാൻ ഇക്കാക്ക് സമയം കിട്ടിയില്ല. വേറെ ഓരോ തിരക്കുമായിട്ട് അതവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കുറച്ച് മുളകൊക്കെ മെതിക്കാനുണ്ട്. അപ്പോൾ ഞാൻ മക്കൾ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചായയൊക്കെ റെഡിയാക്കി ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ കുറച്ച് പയറും പിന്നെ കുറച്ച് മുളകൊക്കെ പറിച്ചെടുക്കാനുണ്ടായിരുന്നു. ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല, പക്ഷേ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 പയറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ തോരൻ വയ്ക്കാൻ കുറച്ച് പയർ ഇരിപ്പുണ്ട്, എന്നാൽ കൂടെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ അത് പറിച്ചെടുത്തത് കേട്ടോ. ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ല, തലേദിവസത്തെ ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങ് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം മുറ്റടിക്കാനായിട്ട്. പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് കാപ്പിയും കൊക്കോയും ഒക്കെ ആയിട്ട് വെയിലത്തേക്ക് ഇടാനുണ്ട്. അപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വെയിലത്തേക്ക് ഇടാനുള്ളതെല്ലാം വെയിലത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി പെരക്കകത്ത് കയറി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുളക് മെതിക്കാനായിട്ട് തുടങ്ങാൻ. അപ്പോൾ ഇത് ഒരുപാടൊന്നുമില്ല, എന്നാലും ഇന്നത്തെ ഒരാവശ്യത്തിനൊക്കെ ഉള്ളത് കിട്ടി കേട്ടോ. അങ്ങനെ മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ പെരക്കകത്തേക്ക് കയറി. അപ്പോഴത്തേനും മക്കളൊക്കെ എണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും പല്ലൊക്കെ തേപ്പിച്ച് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കലും പാത്രം കഴുകലും എല്ലാം തുടച്ച് പറക്കി ഞാൻ ടേബിളിൻ്റെ പുറത്തേക്ക് മക്കളെ എണിച്ച് കഴിഞ്ഞാൽ കരയാനുള്ളൊരു അവസരം കൊടുക്കാണ്ട് തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല, തലേദിവസത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് വാർത്ത് ഞാൻ കാസറോളിലേക്ക് ആക്കി വെച്ചു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് നേരെ മുളക് മെതിക്കാനായിട്ട് വന്നു കേട്ടോ. ഒരു 3/4 ചാക്ക് മുളക് ഉണ്ടായിരുന്നുള്ളൂ മെതിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും മിക്ക തന്നെയാണ് മുളക് മെതിക്കുന്നത്. പിന്നെ എനിക്ക് അലർജിയുടെ കുഴപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മുളക് മെതിക്കാൻ നിൽക്കാറില്ല. പിന്നെ മാസ്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മുളകൊക്കെ മെതിക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇക്കാക്ക് ഇന്നലെ മുളക് മെതിക്കാനായിട്ട് സമയം കിട്ടിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുളക് മെതിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ അതിനകത്തുള്ള കുരുമുളകിൻ്റെ ഇലകളൊക്കെ ഒന്ന് പറക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ പറക്കി കളയണതൊക്കെ കൊച്ച് അതേപോലെ തന്നെ വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവന്നിടുകയാണ് കേട്ടോ. ഞാൻ അവനെ വഴക്ക് പറഞ്ഞങ്ങാണ്ട് പിന്നെ അത് മൊത്തം പറക്കി കളഞ്ഞു. അത് കഴിഞ്ഞ ശേഷം 1ാമത്തെ മെതിക്കലും മെതിച്ചു കേട്ടോ. അപ്പോൾ അത് വരണ്ടി എടുക്കണതാണ് അങ്ങനെ ഈ മാറ്റി വയ്ക്കുന്ന ചണ്ടെല്ലാം കൂടെ കൂട്ടിയിട്ട് 2ാമതൊന്നും കൂടെ മെതിക്കണം കേട്ടോ. അപ്പം ഞാൻ വരണ്ടി എടുത്ത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ട് പിന്നെ ആദ്യം മെതിച്ചേക്കണത് മൊത്തം അരിച്ച് മാറ്റിയിട്ടാണ് കേട്ടോ 2ാമത്തെ ചണ്ട എടുത്ത് മെതിച്ചത്. ഇതിപ്പോൾ മെതിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിലിട്ട് എങ്ങാണ്ട് ചവിട്ടി മെതിച്ചതിന് ശേഷം അതിൻ്റെ ചണ്ടൊക്കെ വരണ്ടെടുത്ത് കഴിഞ്ഞ് 2ാമത് മെതിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ അരിച്ചെടുക്കണതൊക്കെ. അപ്പം ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുളക് മെതിക്കുമ്പോഴത്തേനും മക്കൾ മൊത്തം മുളകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മെതിച്ചെടുത്ത ചണ്ടൊക്കെ മാറ്റിക്കളഞ്ഞ് അത് മൊത്തം അരിച്ചെടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ 2ാമതിട്ട് മെതിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അവിടെ ഇവിടേക്ക് അങ്ങനെ മുളക് കാണുള്ളൂ, അതൊക്കെ ഒന്ന് പറക്കിയെടുത്താൽ മാത്രം മതി. എൻ്റെ മുളക് മെതിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 2 പേരും കൂടെ ഗ്ലാസും കപ്പും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് മുളക് വാരിക്കൊണ്ടുപോയി കണ്ട് ആകെ മൊത്തം മുളകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അടിച്ച് വാരി എടുത്തപ്പോഴത്തേനും ഒരു സമയം പിടിച്ചു കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം മുളക് വെയിലത്തേക്ക് ഇട്ടതേ ഇല്ല കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ വയ്ക്കാനും മീൻ വറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മുളക് വെയിലത്തിട്ടില്ല, നാളെ ഇടാമെന്ന് ഓർത്ത് മാറ്റി വെച്ചു. അങ്ങനെ ചോറ് ഇന്നലും മുളകിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കിടന്ന് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞങ്ങാണ്ട് ഒന്ന് കിടന്നുറങ്ങി എണിച്ച് കഴിഞ്ഞ് അതിന് ശേഷം വൈകുന്നേരം ചായക്ക് ഇപ്പോൾ എന്താ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ മുളക് പറിക്കാൻ പോയിട്ട് വൈകുന്നേരമായിട്ടും വന്നില്ല. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴായിട്ട് വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ചായക്ക് മേടിച്ചു കൊണ്ടുവരാനും ആരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, ബ്രെഡും മുട്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു.
അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നോർത്തൊരു ഹോം മെയ്ഡ് സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് കുക്കുംബറും തക്കാളി ഞങ്ങൾ അടുത്ത കടയിൽ പോയി മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ ക്യാരറ്റ് 2-3 ദിവസമാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതും വെച്ചുകൊണ്ട്. അങ്ങനെ പച്ചക്കറിയൊക്കെ ചെത്തി അരിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ തുടങ്ങി. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കണേ പല ആൾക്കാരും പല രീതിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. വൈകുന്നേരം ചായക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരു കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്താകുമ്പോൾ അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. ഒരു 2-3 മണിക്കൂറൊക്കെ ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചീസൊക്കെ ഇട്ടുങ്ങാണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പല റെസിപ്പിയും കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ വിശക്കുകയാണെങ്കിൽ എന്ത് കഴിക്കണം, ചോറൊന്നും എപ്പോഴൊന്നും എല്ലാവരും കഴിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കഴിക്കണമെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ പലതും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പച്ചക്കറികളൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല, നമുക്ക് ക്യാബേജ് അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാളയും തക്കാളിയും കുക്കുംബറും ക്യാരറ്റും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഒരു 5 മുട്ട എടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കഴുകിയെടുത്ത പച്ചക്കറികളൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുത്താലും എല്ലാവർക്കും ഒന്നും പച്ചക്കറി കടിക്കാൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പച്ചക്കറി കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചെങ്ങാണ്ട് നമ്മളെല്ലാം ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ അത്രയും ഇത് തോന്നില്ല കേട്ടോ. ചവർപ്പൊന്നും ഉണ്ടാവില്ല, പച്ചക്കറിയുടെ പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കഴിക്കുവാണെങ്കിൽ. അങ്ങനെ പച്ചക്കറികളൊക്കെ ഓരോന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം അതവിടെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കാനായിട്ട് 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തും കണ്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ നമുക്ക് മണവും ഗുണവും ഒന്നും ഇല്ലാത്ത വ്യത്യാസം വരാത്ത ഒരു ഓയിൽ എടുത്താൽ മതി. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ പറ്റും കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് 2 മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക, പിന്നെ മഞ്ഞ ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കളയണ്ടെന്ന് ഓർത്തുകൊണ്ട് പിന്നെ അവസാനം മഞ്ഞയും കൂടി ഇട്ടങ്ങ് അടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എൻ്റെ മയോണൈസിന് മഞ്ഞ കളറായിരുന്നു. അങ്ങനെ പച്ചക്കറികൾ തക്കാളിയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ വെള്ളം പോലെ ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കനം കുറച്ച് കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തു. പിന്നെ ക്യാരറ്റും കുക്കുംബറും ഒക്കെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഈ ഒരു സമയത്ത് തന്നെ മുട്ട വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതേ പൊളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാം തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. മുട്ടയും പൊളിച്ചെടുത്തു, പിന്നെ അതിൻ്റെ ഇടയിൽ മയോണൈസ് റെഡി ആക്കിയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് എൻ്റെ മയോണൈസിന് മഞ്ഞ കളറാണെന്ന്. മുട്ടയുടെ വെള്ള നമ്മൾ മാത്രം ചേർക്കുകയാണെങ്കിൽ വെള്ളയായിരിക്കും കേട്ടോ മയോണൈസ് ഉണ്ടാവുന്നത്. അപ്പോൾ മഞ്ഞ ഇനി കളയണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടതാണ്. ഇപ്പോൾ മുട്ടയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട കണ്ടോ ഗ്രേറ്റ് ചെയ്താൽ ചാടുന്നത്. ഞാൻ ഓർത്തെ നേരത്തെ കൊന്നി നോക്കുന്നു ചാടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ സവാളയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ മുട്ടയും കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ എല്ലാം ചെറുതായിട്ട് എടുത്തു കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നട്ടേക്കണ മല്ലിയിലയാണ്, സാധാ മറ്റേ മല്ലിയില അല്ല കേട്ടോ. അപ്പോൾ അതിന് വലിയ കുത്തൊന്നും ഉണ്ടാകില്ല, 2 ലീഫായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തു. അങ്ങനെ ഇതിവിടെ പച്ചക്കറിയുടെ മിക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മയോണൈസും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിന് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. മക്കളുള്ളടത്ത് കുറച്ചാണ് കേട്ടോ ചേർക്കണതുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ ഇതേ സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിങ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നമ്മൾ ബ്രെഡും കൂടി ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ബ്രെഡായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ, ഒരുപാട് അങ്ങോട്ട് മുരിയണ്ട, ചെറിയ രീതിയിലൊന്ന് മുരിച്ചെടുക്കാം. 2 സൈഡും മുരിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ സൈഡും കൂടെ മുരിച്ചു. അങ്ങനെ ഓരോന്നോരോന്നായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ബ്രെഡൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മളിവിടെ റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ പുറത്ത് ടൊമാറ്റോ സോസ് കുറച്ച് ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്സിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ഒരു സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ 2 ബ്രെഡിൻ്റെയും ഒരേ വശത്തായിട്ടും ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഓരോന്നായി ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
പിന്നെ സാൻഡ്വിച്ചൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. ഞങ്ങൾ ചായയൊക്കെ തിളപ്പിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്ത് പോയി കേട്ടോ. പുറത്ത് പോയി രാത്രി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 2 അക്ബറും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ നീർക്കെട്ടും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ 2 മേടിച്ചുകൊണ്ടെന്നുള്ളൂ. കുഞ്ഞുവിന് ഇങ്ങനെ ഇച്ചിരിയേ കൊടുത്തുള്ളൂ കേട്ടോ, കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. പിന്നെ ഞാനും മൂത്തത് മാത്രമേ തിന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് തുറന്ന സമയത്ത് ഒരെണ്ണത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം അടിയിലേക്ക് താന്നു പോയിട്ടുണ്ടായിരുന്നു. മറ്റേതിൻ്റെ അകത്തെല്ലാം പൊങ്ങി കിടക്കുമായിരുന്നു കേട്ടോ മുകളിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ അഭിപ്രായപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല, അതിൻ്റെ അകത്തെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.